കണ്ണൂർ തളിപ്പറമ്പിൽ വൻ തീപിടുത്തം. ബസ് സ്റ്റാൻഡിന് സമീപത്തെ ഷോപ്പിംഗ് കോംപ്ലക്സിലാണ് പടർന്നത്. 2 ഫയർ യൂണിറ്റ് സ്ഥലത്ത് തീപിടുത്തം നിയന്ത്രിക്കാനുള്ള ശ്രമം തുടരുകയാണ്. സജിനാണ് ചേരുന്നത് വിവരങ്ങളുമായി. സജിൻ, എന്താണ് ഇതിന്റെ ഇപ്പോഴത്തെ ഒരു സാഹചര്യം, എന്താണ് കാരണം, എന്താണെന്ന് അറിയുന്നുണ്ടോ? തീ നിയന്ത്രണ വിധേയമല്ല. ഈ തീ നിയന്ത്രണ വിധേയമാക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. കൂടുതൽ ഫയർഫോഴ്സ് യൂണിറ്റുകൾ സംഭവ സ്ഥലത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യഘട്ടത്തിൽ തളിപ്പറമ്പിൽ നിന്നുള്ള 2 യൂണിറ്റുകളാണ് 2 വശങ്ങളിൽ നിന്നായി ഇത്തരത്തിൽ തീ അണയ്ക്കാനുള്ള ശ്രമം തുടങ്ങിയത്. പക്ഷേ തീ തൊട്ടടുത്ത കടകളിലേക്ക് അതിവേഗം പടരുകയായിരുന്നു. ആദ്യം 5 കടകളിലാണ് ആദ്യം പൂർണ്ണമായും കത്തിനശിച്ചത്. പിന്നെ തൊട്ടടുത്തുള്ള, അതായത് ആദ്യം ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ്, അതിന് തൊട്ടടുത്തുള്ള ബിൽഡിംഗിലേക്കടക്കം ഈ തീ പടർന്നു. അതാണ് കൂടുതൽ ഇത് നിയന്ത്രണ വിധേയമാക്കുന്നതിൽ ഫയർഫോഴ്സിന് കൂടുതൽ ശ്രമകരമായ ഒരു ദൗത്യമാക്കി ഇത് മാറ്റിയത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ കൂടുതൽ ഫയർഫോഴ്സ് യൂണിറ്റുകൾ, അത് പയ്യന്നൂരിൽ നിന്നും പെരിങ്ങോമിൽ നിന്നും ഒപ്പം തന്നെ തൊട്ടടുത്തുള്ള പ്രദേശങ്ങളിൽ നിന്നെല്ലാം, എയർപോർട്ടിൽ നിന്നെല്ലാമുള്ള കൂടുതൽ ഫയർഫോഴ്സ് യൂണിറ്റുകൾ സംഭവ സ്ഥലത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. നിലവിൽ ഇപ്പോൾ 4 ഫയർഫോഴ്സ് യൂണിറ്റുകൾ സംഭവ സ്ഥലത്തുണ്ട്. ഈ ശ്രമം ഇപ്പോഴും തുടരുകയാണ്. ശ്രമകരമായ ദൗത്യം എന്ന് തന്നെയാണ് ഈ സേനാംഗങ്ങൾ അടക്കം പറയുന്നത്. കൂടുതൽ നാട്ടുകാരും ഈ ദൗത്യത്തിനൊപ്പം പങ്കുചേട്ടത് കുറെ നേരമായല്ലോ അല്ലേ? കുറെ സമയം, ഒരു 3 മണിക്കൂറിന് മേലെയായി. ഏകദേശം ഒരു 3 മണിക്കൂറിന് മേലെയായി. ഇതിപ്പോ ഈ കടകൾ എവിടെയാണ് ആദ്യം എവിടുന്ന ആദ്യം ഏത് കടയാന്ന് എനിക്കറിയാം. മെട്രൻസിന്റെ അടുത്ത് വെച്ചിട്ട് ആ ബോർഡ് ഫസ്റ്റില് കത്തലുണ്ടായത്. സർക്യൂട്ടാണ്. അതിന് ആ സമയത്ത് ആ ഒരു വണ്ടിയെല്ലാം 2-3 വണ്ടിയെല്ലാം വന്നിട്ട് കുറച്ചും കൂടി ഒരു ബെറ്റർ ആയേനെ. ഇതിലായിട്ട് ഇത്ര ഇങ്ങനെ ആളി പടരൂലായിരുന്നു. പിന്നെ അങ്ങോട്ട് പിന്നെ ബാക്കി KV കോംപ്ലക്സ് മൊത്തത്തിൽ സ്പ്രെഡ് ആയതാ. ഇപ്പോ എന്താ സ്ഥിതി? ഇവര് ഈ ബിൽഡിംഗിലേക്കും കൂടി പടർന്നു. ഇപ്പഴത്തേക്ക് ഈ ബോയ്സ് സോൺ, അതേപോലെ ജയ ഫാഷന്റെ ഏരിയയിലേക്ക് ഇപ്പൊ മാറിയിട്ടുള്ളത്. ഈ തുണിക്കടകളൊക്കെ ഉണ്ട് ഇതിനകത്ത്. ഇതിൽ ബേക്കർസ് ചെരുപ്പിന്റെ ഗോഡൌൺ കാര്യങ്ങളാണ് ഒരുപാട് ഉള്ളത്. അപ്പൊ അതിനൊക്കെ സ്പ്രെഡ് ആയതിനു ശേഷമാണ് ഇപ്പൊ ഇത്ര ഗൗരവത്തിലായത്. അതാണ് പ്രധാനപ്പെട്ട കാര്യം. അതായത് ഈ തുണിക്കടകളുണ്ട്, അതുപോലെ തന്നെ ചെരുപ്പ് കടകൾ, ചെരുപ്പ് സൂക്ഷിക്കുന്ന ഗോഡൌണുകൾ അടക്കമുണ്ട് ഇതിനകത്ത്. അതിനാൽ തന്നെ ഇത് വലിയ ശ്രമകരമായ ദൗത്യമാണ്. കൂടുതൽ പോലീസ് സേനാംഗങ്ങളും ഇവിടെയുണ്ട്.